ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സേഫ് ആയിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു ക്യാമൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ഒട്ടക ഇറച്ചിയാണ്. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 3 സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, വീണ്ടും നമുക്ക് വളരെ ചെറുതായി അരിഞ്ഞ ഒരു സവാള കൂടി ആവശ്യമുണ്ട്. മല്ലിയില, പുതിനയില, കറിവേപ്പില, ഇത്രയുമാണ് നമുക്ക് വേണ്ടിയത്. ഈ ഇറച്ചിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഇത് മിക്സ് ആവണം. ഒരു അരമണിക്കൂർ ഇത് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റുക. ഇത് ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇവിടെ ഞാൻ പകുതിയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടി ഇട്ട് നന്നായി ഇളക്കുക. കറിവേപ്പില, കുറച്ച് പുതിനയില, മല്ലിയില എന്നിവ കൂടി ഇവയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ഇളക്കുക. 2 ബേ ലീവ്സ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഇത് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് വഴറ്റുക. അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴണ്ടു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇവിടെ നമ്മുടെ സവാളയെല്ലാം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, പുതിനയില, മല്ലിയില അരിഞ്ഞത് എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റുക. ഇത് എല്ലാം നല്ല സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ആ ഇറച്ചിയിൽ നിന്നിറങ്ങിയ വെള്ളമാണിത്.
ഇത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒട്ടക ഇറച്ചി വേവിച്ച് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറ്റിച്ചെടുക്കുക. ഈ ഒട്ടക ഇറച്ചി 7-8 വിസിൽ വരുന്നത് വരെ വേവിച്ചതാണ്. നമ്മുടെ ഒട്ടക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒട്ടക റോസ്റ്റ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. താങ്ക് യു.